പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയജനമേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയജനമേ, നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ ദാനം. ഇതുവരെ നമ്മൾ നടന്നത് മുഴുവൻ അത് അവിടുത്തെ കൃപയാണ്. അടുത്ത ഒരു സെക്കൻഡിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. നാളെ ഒരു പ്രഭാതം കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ പ്രയോജനമേ, ഞാനൊന്ന് പറയട്ടെ. ഒരു ദിവസം രാത്രി ഞാനും എൻ്റെ അപ്പനും കൂടെ 12 മണി സമയം വരെ സംസാരിച്ചിരുന്നതാണ്. നേരം വെളുത്തു കഴിഞ്ഞപ്പം അപ്പൻ്റെ തലയുടെ ഞരമ്പ് പൊട്ടി കിച്ചണിൽ വീണ് കിടക്കുന്ന കാഴ്ചയാണ്. 3-ാമത്തെ ദിവസം എൻ്റെ അപ്പൻ മരണത്തോട്. കുറച്ച് നാളുകൾക്ക് ശേഷം രാവിലെ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്. ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പം എൻ്റെ അമ്മയുടെ മരണ വാർത്തയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയജനം, ഒരു ഗ്യാരണ്ടിയും നമ്മുടെ ജീവിതത്തിലില്ല കേട്ടോ. നാളത്തെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് കരുതി നീ ഇന്ന് ദൈവത്തെ ആരാധിക്കും. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുൻപ് യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്: യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു ചെയ്യാൻ കഴിയും? നിനക്ക് ആരോഗ്യവും ആയുസ്സും ഉള്ളപ്പോഴും നിനക്ക് ജീവൻ തന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാം. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ഫലം കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ സ്നേഹം കൊണ്ട് മാത്രമാണ്, അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ്, അവിടുത്തെ ശക്തി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ സ്നേഹനിധിയായ ദൈവത്തെ ഈ ഗാനത്തോട് ചേർന്ന് പാടി ആരാധിക്കാം. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവല്ല, അതവൻ ദാനമായി നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല. ഓരോ ദിവസവും നിനക്ക് പ്രദാനം ചെയ്യുന്നത് കർത്താവാണ്. ആ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി ആരാധിക്കാം. നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. കഴിവല്ല കൃപയാണ്. ചേർന്ന് പാടിക്കേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ.
പുസ്തകം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്: എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത്. ദൈവത്തിന്റെ പ്രിയജനമേ, കൊറോണ എന്ന മഹാമാരി മൂലം നമ്മുടെ വീടിന്റെ അയൽപ്പക്കത്തുള്ളവര്, നമ്മുടെ ബന്ധുമിത്രാദികള്, കൂട്ടുകാർ ഒക്കെ നമ്മെ വേർപിരിഞ്ഞു പോയതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരു സമൂഹത്തെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ദൈവത്തിന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാൻ, അങ്ങനെ നീ അനുഭവിച്ച ശക്തി അനേകം മക്കളിലേക്ക്, ലോകം മുഴുവനിലേക്കും എത്തിക്കുവാനാ ദൈവത്തിന്റെ പ്രിയജനമേ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കണം. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുക. നീ രോഗിയായി മാറിയ നിമിഷത്തിൽ, നിന്റെ ജീവിതത്തിൽ വേദനകൾ വന്നപ്പോൾ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ നിന്റെ കൂടെ നിന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. രോഗിയായി മാറിയപ്പോ ഇനി അടുത്തൊരു സെക്കൻഡില് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിന്റെ വലിയ കൃപ ഞങ്ങൾക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ ശൂന്യമായി പോയ അവസ്ഥകൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നെടുവേർപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു പോയ നിമിഷങ്ങൾ, കർത്താവേ അതൊക്കെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. മറ്റുള്ളവർ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ അവസരങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവേ നീ എന്നെ കരുതുന്നത് കൊണ്ടാ ഇന്ന് ഇവിടെ ഈ ആരാധനയിൽ മുഴുവൻ ഞങ്ങൾ ചേർന്ന് ആരാധിക്കണം. കർത്താവേ, ഞങ്ങളെ മാറ്റി നിർത്തി ഒരു ഗണമായിട്ട് ഒരുമിച്ച് ചേർത്ത് നിർത്തിയത് നിന്റെ കൃപയാ. അതുകൊണ്ട് ആ ദൈവത്തെ പാടി ആരാധിക്കാം. മാറ്റിയല്ലോ എൻ ശൂന്യതകൾ മാറ്റിയല്ലോ.
ഫലമല്ല നിന്ദയാണ് ഞങ്ങൾ ഇതുവരെ എത്തുവാ. അതെ കർത്താവേ, ഇതുവരെ ഞങ്ങൾ എത്തിയത് നിന്റെ കൃപ കൊണ്ടൊന്നു മാത്രമാണ്. നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാ. നീ മാത്രം എൻ യേശുവേ. കഴിവല്ല കൃപയാണേ, ബലമല്ല നിന്ദയാണ്. ഇരു കരങ്ങളൊന്ന് ഉയർത്തിക്കുക. കർത്താവേ, നിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഒന്ന് ചേർന്ന് ഇടിമുഴക്കത്തിൻ്റെത് പോലുള്ളൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. അതിപ്രകാരമാ, അത് ഹല്ലേലൂയ എന്ന. അതുകൊണ്ട് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ യേശുവേ, നിന്റെ വലിയ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 യേശുവേ, ആരാധന കർത്താവേ, നിന്റെ വലിയ കൃപയും ശക്തിയും ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിലെ രാജാവായ ദൈവത്തെ പാടി ഞങ്ങൾ ആരാധിക്കുക. സ്വർഗീയ ദൈവത്തെ സ്വർഗത്തിലെ മാലാഖമാരോട്, ക്രോവേന്മാരോട്, സാപ്പേന്മാരോട് ചേർന്ന് ഞങ്ങൾ പാടി ആരാധിക്കാൻ പോവുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യവും അന്തവുമാ. ദൈവത്തിന്റെ പ്രിയജനമേ, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് ഭൂമിയിലെ മനുഷ്യ മക്കള് ഒന്നു ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കുക. വാദ്യമേളങ്ങളോടെ, ഗായക സംഘത്തിന്റെ അകമ്പടിയോടുകൂടെ പാടി ആരാധിക്കട്ടെ. രാജാവാം ദൈവം, ഇസ്രായേൽ രാജാവാം ദൈവം, ആദിയും അന്തവുമാ, ആൽഫയും ഒമേഗയും. ശക്തിയോടുകൂടെ എല്ലാവരും ആടിപ്പാടി ദൈവത്തെ, രാജാവായ ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കുക. സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന്, മാലാഖമാരോട്, ക്രോവേന്മാരോട്, സാപ്പന്മാരോട് ചേർന്ന്, സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് പാടി ആരാധിക്കട്ടെ. യേശു കൂടെയുണ്ട്, എന്നും കൂടെയുണ്ട്. യേശു കൂടെയുണ്ട്, എപ്പോഴും കൂട്ടിനുണ്ട്. രാജാതിരാജനവൻ, കർത്താതി കർത്താവുമേ, ആരിലും വലിയവനാ യേശു കൂടെയുണ്ട്. രാജാതിരാജനവൻ, കർത്താതി കർത്താവുമേ, ആരിലും വലിയവനാ യേശു കൂടെയുണ്ട്. ആദ്യനുമേ അന്ത്യനുമേ സ്വർലോകരാജനം സൃഷ്ടാവേ, ആരാധിക്കും ഞാൻ യേശുവിനെ, എൻ ജീവനെയും. ആദ്യനുമേ അന്ത്യനുമേ സ്വർലോകരാജനം സൃഷ്ടാവേ, ആരാധിക്കും ഞാൻ യേശുവിനെ, എൻ ജീവനെയും സർവസ്വമേ. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുക, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ പ്രിയജനമേ, നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ നിന്നെ ഉള്ളംകൈയിൽ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ മുൻപിലുള്ളത്. വീണ്ടും സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായത്തിന്റെ 12-13 തിരുവചനം ഇങ്ങനെ പറയുക, യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം, അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും ഉന്നതമാണ്. ദൈവത്തിന്റെ പ്രിയജനമേ, ആർ
യുവാക്കളും കന്യകമാരും വൃദ്ധരും സകലരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദിവസമാണ്. രാജാതിരാജനായ ദൈവം അവൻ ഭൂമിയിൽ വന്നത് നമ്മെ ഭരിക്കുവാനാ, അവന്റെ ചങ്കോട് ചേർക്കുവാനാ. ആ ദൈവത്തെ പാടി ആരാധിക്കും. ഈ ആരാധനയുടെ സമയത്ത് സൗഖ്യം സംഭവിക്കും, വിടുതൽ സംഭവിക്കും. സാത്താന്റെ കോട്ടകൾ തകർന്നു പോകുന്ന സമയമാ. പാടി ആരാധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ തകർന്നിടും സാത്താൻ കോട്ടകൾ. പാടിയേ. യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ തകർന്നിടും സാത്താൻ കോട്ടകൾ. രാജാധിരാജനായ ദൈവമേ, ഇസ്രായേൽ രാജാവേ, ആരാധിക്കും ഞാൻ ദൈവത്തെ എൻ ജീവനെയും സർവ. രാജാധിരാജനം ദൈവമേ, ഇസ്രായേൽ രാജാവേ, ആരാധിക്കും ഞാൻ ദൈവത്തെ എൻ ജീവനെയും സർവസ്വമേ. ശക്തിയോടുകൂടെ ആരാധിക്കുമ്പോൾ സാത്താൻ കെട്ടിയ സകല കെട്ടുകൾ വഴിയുന്ന സമയമാണ്. സാത്താൻ കെട്ടിയിരിക്കുന്ന തലമുറകളായിട്ട് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകല പൈശാചിക തിന്മയുടെ ശക്തികൾ കെട്ടുകൾ കൊട്ടുന്ന സമയമാണ്. ആരാധിക്കുമ്പോൾ വചനമെടുത്തു കഴിഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എടുക്കുമ്പോൾ എവിടെയൊക്കെ ആരാധന നടക്കുന്നുണ്ടോ, എവിടെയൊക്കെ സ്തുതികൾ ഉയർന്നുണ്ടോ, അവിടെയൊക്കെ ആത്മാവിന്റെ അഗ്നി അഭിഷേകം പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പ്രീതമേ, ഇന്ന് നിന്റെ ജീവിതത്തിലെ പൊട്ടാത്ത കെട്ടുകൾ ഇന്ന് ഈ ആരാധനയിൽ പൊട്ടുന്ന സമയമാണ്. വിശ്വാസത്തോടുകൂടെ ശക്തിയോടുകൂടെ ദൈവത്തെ പാടി ആരാധിക്കട്ടെ. ബന്ധനമെല്ലാം അഴിയും, ശാസ്ത്രുവിൻ കോട്ടകൾ തകരും, ജയിലറവാതിൽ തുറന്നിടും യേശുവിൻ നാമത്തിൽ. പാടിയേ. ബന്ധനമെല്ലാം അഴിയും, ശത്രുവിൻ കോട്ടകൾ തകരും, ജയിലറവാതിൽ തുറന്നിടും യേശുവിൻ നാമത്തിൽ. ഭയമില്ല, പതറില്ല, ഭയമില്ല, പതറില്ല, യേശുവിൻ ഉള്ളതിനാ ഒരേ ഒരേ ഒരു നാമം, അത് യേശുവിൻ പരിശുദ്ധ നാമം. എല്ലാ മുട്ടും മടങ്ങിടും യേശു നാമത്തിൻ മുൻപിൽ, എല്ലാ നാവും പാടിടും യേശു. ഭയമില്ല, പതറില്ല, ഭയമില്ല. അവന്റെ മുൻപിൽ ആരും തന്നെ ഭയപ്പെട്ടോടെയൊന്നല്ല, മറിച്ച് അവനെ സാക്ഷ്യം നൽകുവാനാ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന. അവന്റെ മുമ്പിൽ ഭയത്തിന്റെ സ്ഥാനമില്ല, അവന്റെ മുമ്പിൽ പേടിച്ചു വരയ്ക്കേണ്ടവരില്ല, മറിച്ച് നമ്മൾ അവന്റെ നാമത്തെ ആരാധിക്കുമ്പോൾ സാധാരണ ഞെട്ടിവിറയ്ക്കുന്ന സമയമാണ്. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ദൈവത്തിന്റെ നാമത്തെ പ്രതി നിന്റെ കാൽ കീഴിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന്റെ ആരാധിക്കട്ടെ. ആരാധനയുടെ വലിയ വലിയ ഘോഷത്തോടുകൂടെ ഉയർന്ന സ്വരത്തോടെ ആരാധിച്ച് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ നിന്നെ കർത്താവേ, ഹല്ലേലൂയ, യേശുവേ. അതെ, അവൻ രാജാതിരാജനായ ദൈവമാണ്. ഇനി ഇതുപോലുള്ളൊരു ദൈവം ഇതുവരെ ലോകത്തിൽ വന്നിട്ടില്ല, ഇനി വരുന്നത്. അവൻ്റെ രണ്ടാമത്തെ ഒരു വരവുണ്ട്. ആ വരവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. രാജാവാം ദൈവം, ഇസ്രായേലിൽ രാജാവാം ദൈവം, ആദിയും അന്തവുമാ, ആൽഫയും ഒമേഗയും യേശുവേ. യേശുവേ
യേശുവേ, യേശുവേ. ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്ന സകല മക്കളിലും അനുഗ്രഹം ചൊരിഞ്ഞതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. ഈ എളിയവരുടെ പ്രാർത്ഥന കേട്ടതിനായി അപ്പ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി.